എല്ലാവർക്കും നമസ്കാരം. ഹനുമാൻ ചാലിസ പഠനം 2-ാം ദിവസം. ഓം ജയ് ശ്രീരാം. ഓം ഹം ഹനുമതേ നമഃ. ഹനുമാൻ ക്ഷിപ്രപ്രസാദിയാണ്. ഭക്തിയോടും ശുദ്ധിയോടും ഏകാഗ്രതയോടും കൂടി ഹനുമാനെ ഭജിക്കുന്നതിലൂടെ അഭീഷ്ടകാര്യസിദ്ധി ലഭിക്കുന്നതാണ്. ആദ്യമേ നമുക്ക് സ്തുതി, ഹനുമാൻ സ്തുതിയാണ്. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. മനസ്സിൻ്റെയും വായുവിൻ്റെയും ഒപ്പം വേഗതയുള്ളവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ബുദ്ധിമാന്മാരിൽ മുഖ്യനും വായുപുത്രനും വാനരരാജനും ശ്രീരാമദൂതനുമായ ശ്രീ ഹനുമാനെ ഞാൻ മനസ്സിൽ സ്മരിക്കുന്നു. ഒന്നുകൂടെ പറയാം. മനസ്സിനെ ജയിച്ചവനും മാരുതന് തുല്യമായ വേഗതയുള്ളവനും, മാരുതൻ എന്ന് വെച്ചാൽ കാറ്റിന് തുല്യമായ വേഗതയുള്ളവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും, പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് ഹനുമാൻ. ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനും വായു ഭഗവാന്റെ പുത്രനും വാനര സമൂഹത്തെ മുഴുവൻ നയിക്കുന്നവനും ശ്രീരാമചന്ദ്രൻ്റെ ദൂതനുമായ അങ്ങയെ ഞാൻ സ്മരിക്കുന്നു. അങ്ങയെ ഞാൻ സ്മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ തുളസീദാസാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ അത് പാരായണം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ സ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പം ഇങ്ങനെയുള്ള മനസ്സിനെ ജയിച്ചവനും മാരുതന് തുല്യമായ വേഗതയുള്ളവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനും വായു ഭഗവാന്റെ പുത്രനുമായ വാനരസമൂഹത്തെ നയിക്കുന്നവനുമായ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനുമായ അങ്ങയെ ശ്രീ ഹനുമാനെ ഞാൻ മനസ്സിൽ സ്മരിക്കുന്നു. അടുത്തത് അതുലിത ബലധാമം ഹേമശൈലാഭദേഹം ധനുവചനകൃശാനം ജ്ഞാനിനാമഗ്രഗണ്യം സകല ഗുണനിധാനം വാനരാണാമധീശം രഘുപതി പ്രിയഭക്തം വാതജാതം നമാമി. എന്നിട്ട് പറയാം. അതുലിത ബലധാമം ഹേമശൈലാഭദേഹം ധനുജവനകൃശാനം ജ്ഞാനിനാമഗ്രഗണ്യം സകല ഗുണനിധാനം വാനരാണാധീശം രഘുപതി പ്രിയഭക്തം വാതജാതം നമാമി. അതുല്യമായ ശക്തിയുള്ളവനും സുവർണ മഹാമേരുവിൻ്റെ ശോഭയുള്ള ശരീരത്തോടു കൂടിയവനും രാക്ഷസന്മാരാകുന്ന വനത്തിന് കാട്ടുതീയായവനും ജ്ഞാനികളിൽ മുമ്പനും എല്ലാ ഗുണങ്ങളുടെയും ഇരിപ്പിടവും വാനരന്മാരുടെ രാജാവും ശ്രീരാമൻ്റെ പ്രിയഭക്തനുമായ വായുപുത്രനെ ഹനുമാനെ ഞാൻ നമസ്കരിക്കുന്നു. എന്നിട്ട് പറയാം. അതുല്യമായ ബലത്തോടു കൂടിയവനും സുവർണ നിറമാർന്ന മഹാമേരുവിനെ പോലെ ശോഭയുള്ള ശരീരത്തോടു കൂടിയവനും രാക്ഷസന്മാരാകുന്ന വനത്തിന് കാട്ടുതീയായിട്ടുള്ളവനും ജ്ഞാനികളിൽ അഗ്രഗണ്യൻ വെച്ചാൽ ഒന്നാമൻ ആയവനും സകല ഗുണങ്ങളുടെയും ഇരിപ്പിടമായിട്ടുള്ളവനും വാനര സമൂഹത്തെ നയിക്കുന്നവനും ശ്രീരാമചന്ദ്രസ്വാമിയുടെ പ്രിയഭക്തനുമായ വായുപുത്രനെ ഹനുമാനെ ഞാൻ നമിക്കുന്നു. അടുത്തത് ശ്രീ ഗുരുചരണ സരോജരജ നിജമനമുഖരു സുധാരി ഭരണൗ രഘുവര വിമല ജസു ജോദായക ഫലചാരി ബുദ്ധിഹീനു തനു ജാനികേ സുമിരൗ പവനകുമാര ബലബുദ്ധി വിദ്യാദേഹു മോഹിഹരഹ കലേശ വികാര. പറയുകയാണ്. ഒന്നുകൂടെ പറയാം. ശ്രീ ഗുരുചരണ സരോജരജ നിജമന മുഖര് സുധാരി ഭരണൗ രഘുവര വിമല ജസു ജോ ദായകു ഫലചാരി ബുദ്ധിഹീന തനു ജാനികേ സുമിരൗ പവനകുമാര ബല ബുദ്ധി വിദ്യ
ദേഹു മോഹി ഹരഹു കലേശ് വികാര. ഇവിടെ ഗുരുവിൻ്റെ പാദപങ്കജങ്ങളിലെ പൊടി കൊണ്ട് എൻ്റെ മനസ്സാകുന്ന കണ്ണാടി വെടിപ്പാക്കി അജ്ഞാനിയും ദുർബലനുമായ ഞാൻ ഇഷ്ടഫലദായകനായ രഘുരാമൻ്റെ പാവനചരിതം വർണ്ണിക്കുവാൻ ആവശ്യമായ ബലവും ബുദ്ധിയും വിദ്യയും നൽകുവാൻ വിഘ്നനിവാരകനായ വായുസുതനെ സ്മരിക്കുന്നു. അപ്പം തുളസീദാസ് പറയുകയാണ്, ഗുരുവിൻ്റെ പാദപങ്കജങ്ങളിലെ പൊടി കൊണ്ട് മനസ്സാകുന്ന കണ്ണാടി വെടുപ്പാക്കി അജ്ഞാനിയും ദുർബലനുമായ ഞാൻ ഇഷ്ടഫലദായകനായ രഘുരാമൻ്റെ പാവനചരിതം വർണ്ണിക്കുവാൻ ആവശ്യമായ ബലവും ബുദ്ധിയും വിദ്യയും നൽകുവാൻ വിഘ്നനിവാരകനായ വായുസുതനെ സ്മരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ഗുരുവിൻ്റെ പദകമലങ്ങളിലെ പൊടി കൊണ്ട് എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയെ ശുദ്ധീകരിച്ച് ഇഷ്ടഫലദായകനായ രഘുരാമൻ്റെ പവിത്രമായ ചരിതം വർണ്ണിക്കുവാൻ ആവശ്യമായ ബലവും ബുദ്ധിയും വിദ്യയും അജ്ഞാനിയും ബലഹീനനുമായ എനിക്ക് ലഭിക്കാനായി വായുപുത്രനെ ഞാൻ സ്മരിക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ ഇനി അടുത്ത ദിവസം മുതൽ 40 ഈരടികളിൽ ഓരോന്നായിട്ട് പറയുകയാണ്. അപ്പം ഇന്ന് എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.